ഇടുക്കി സൂര്യനെല്ലിയിൽ വീണ്ടും അരിക്കൊമ്പന്റെ ആക്രമണം. ആദിവാസി കോളനിയിലെ വീടുകൾ തകർത്തു. കൂടുതൽ വിവരങ്ങളുമായി കരിഷ്മ ആന്റണി ചേരുന്നു. കരിഷ്മ, ഈ അരിക്കൊമ്പൻ വീണ്ടും ഒരു തലവേദനയായി മാറുകയാണ്. അരിക്കൊമ്പനെ പിടികൂടി പറമ്പിക്കുളത്തേക്ക് മാറ്റാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും ആക്രമണം ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഭദ്ര, അരിക്കൊമ്പനെ പറമ്പിക്കുളത്തേക്ക് കൊണ്ടുവരുന്നതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ ഹർത്താൽ ഇന്നു മുതൽ മുതലമടയിൽ ഹർത്താൽ നടത്തുകയാണ്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. ഇന്ന് 6 മണി മുതൽ തന്നെ ഹർത്താൽ തുടങ്ങിയിട്ടുണ്ട്. കടകൾ അടച്ചിടുമെങ്കിലും വാഹനങ്ങൾക്ക് നിയന്ത്രണങ്ങളൊന്നും തന്നെ ഏർപ്പെടുത്തിയിട്ടില്ല. സർവകക്ഷി യോഗത്തിലാണ് ഹർത്താൽ നടത്താൻ തീരുമാനമായത്. അതിരപ്പള്ളി പഞ്ചായത്തിലാണ് സർവകക്ഷി യോഗം നടന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആതിര ദേവരാജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും വിവിധ സംഘടനാ പ്രതിനിധികളും പങ്കെടുത്തിരുന്നു. അരിക്കൊമ്പനെ വാഴച്ചാൽ വഴി പറമ്പിക്കുളത്ത് എത്തിക്കാനാണ് അധികൃതരുടെ തീരുമാനം. ഇതിനെ തുടർന്ന് തൃശൂർ വാഴച്ചാലിലും അരിക്കൊമ്പന്റെ ദൗത്യത്തിന്റെ ട്രയൽ റൺ തടഞ്ഞു. ഇപ്പോൾ അവിടെയും പ്രതിഷേധം നടക്കുകയാണ്. പ്രതിഷേധവുമായി നാട്ടുകാർ വാഹനങ്ങൾ തടഞ്ഞു വയ്ക്കുകയായിരുന്നു ചെയ്തത്. വാഴച്ചാൽ ചെക്ക് പോസ്റ്റിന് സമീപമാണ് റോഡ് ഉപരോധിച്ചത്. അരിക്കൊമ്പനെ പറമ്പിക്കുളത്തേക്ക് കൊണ്ടുപോകുന്നത് വാഴച്ചാൽ വഴിയാണ്. അതിനിടെയാണ് ഇപ്പോൾ അതിന്റെ ട്രയൽ റൺ തടഞ്ഞു വെച്ചിരിക്കുന്നത്. ആനയെ മാറ്റാൻ ഉദ്ദേശിക്കുന്നത് 10 കിലോമീറ്റർ അകലെയാണ്. പക്ഷേ കൊണ്ടുപോകുന്ന വഴിയിൽ തന്നെ ഇപ്പോൾ തടസ്സങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. അതേസമയം ഇടുക്കിയിൽ വീണ്ടും അരിക്കൊമ്പന്റെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ അരിക്കൊമ്പനെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതിനിടയിലാണ് ഇപ്പോൾ ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. സൂര്യനെല്ലി ആദിവാസി കോളനിയിൽ ഒരു വീട് കാട്ടാന തകർത്തിരിക്കുകയാണ്. കോളനി നിവാസിയായ ലീലയുടെ വീടാണ് രാത്രി കാട്ടാന തകർത്തത്. ഏകദേശം രാത്രി 1 മണിയോടെയാണ് സംഭവം ഉണ്ടായത്. വീടിന്റെ അടുക്കളയും മുൻവശവും എല്ലാം തന്നെ കാട്ടാന തകർത്തിട്ടുണ്ട്. ആക്രമണത്തെ തുടർന്ന് ലീലയും കുഞ്ഞും മക്കളും എല്ലാവരും തന്നെ ഓടി രക്ഷപ്പെട്ടത് കൊണ്ട് ആളപായം ഒന്നും തന്നെ ഉണ്ടായില്ല. പക്ഷേ വീടുകളെല്ലാം തകർത്തിരിക്കുകയാണ്. ഇപ്പോഴും അവിടെ ശക്തമായ പ്രതിഷേധം, ഒരു ഹർത്താൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഭദ്ര. ശരി കരിഷ്മ.